ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 18-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ അഷ്ടമി കഴിഞ്ഞ് നേരെ വന്ന അമ്മയുടെ വീട്ടിലേക്കാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഹോം. ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് പെയിന്റിങ്സ് ആണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് പെയിന്റിങ്സ് ഒക്കെ നാളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബ്രോഡ്വേ തണ്ടാൻ പോകലാണ്. വീട്ടിൽ നിന്ന് റെഡി ഇറങ്ങിയപ്പോൾ നമ്മുടെ ചെക്കൻ കൊണ്ടൊന്ന് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ പിള്ളേരെയൊക്കെ വിശദമായി തന്നെ പരിചയപ്പെടുത്താം. അവിടെ നിന്ന് ബസ് പിടിച്ച് വയറ്റിലെത്തി. 10:30 ഇവിടെ എത്താന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടും വന്നില്ല. പിന്നെ സമയം പോകാൻ വേണ്ടി അവിടെ ബുക്ക് നോക്കി നിന്നപ്പോൾ വിളി വന്നു. യെസ് ഗായ്സ്, ഷീസ് ഹിയർ ആൻഡ് ഷീസ് അനുപമ, ദ സിംഗപ്പെണ്ണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഡെക്കാത്തലിലേക്ക് പോയി. ഇവിടെ എത്തിയുള്ള സ്ഥിതി അറിയാലോ. ഓടി നടക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു, പമ്പരം കറക്കുന്നു. ഒറ്റ കണ്ണാടി പോലും വെറുതെ വിട്ടില്ല. എല്ലാത്തിനും മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത്. അപ്പോഴാണ് ക്യാരം ബോർഡ് കണ്ടത്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഈ ബോർഡ് പൗഡർ കണ്ടിട്ട് കൊല്ലങ്ങളായി തോന്നുന്നു. അവിടെ നേരെ സിംഗത്തിന്റെ ഐറ്റത്തിലേക്ക്. അതേ ഗൈസ്, കുട്ടി ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. സ്കില്ലൊക്കെ കാണിച്ചിട്ട് നോക്കുമ്പോൾ ഇടാൻ ബാസ്കറ്റ് ഇല്ല. ഡെക്കാത്തലോൺകാർ പ്ലീസ് നോട്ട്, നിങ്ങൾ ഇവിടെ ഒരു ബാസ്കറ്റ് കൂടി സെറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ തുള്ളി കളിച്ചപ്പോഴാണ് അടുത്ത വിളി വന്നത്. നീയൊക്കെ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചു. ആൻഡ് ദിസ് ഈസ് ഗോ ഗെറ്റൻ. അടുത്ത ഡെസ്റ്റിനേഷൻ ബ്രോഡ്വേ. പേര് ബ്രോഡ്വേ എന്നാണെങ്കിലും വഴികൾ ഫുൾ ഇടുങ്ങിയതാണ്. ഉച്ചയ്ക്ക് എന്നിട്ട് നല്ല തിരക്കുണ്ട്. ഒരു 10,000 വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷേ വില കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം വരും. ഈ കുഞ്ഞു സാധനങ്ങളുടെ തന്നെ വില നോക്കി. ഇതിൻ്റെ ഉള്ള ഒരു മായാലോകം തന്നെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ കളറായനെ. പക്ഷെ നിന്ന് തിരിയാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല. മാഡ അവിടെ ഓടി നടന്ന് എന്തൊക്കെയോ വെറുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ കോമഡിയും പറയുന്നുണ്ടായിരുന്നു. ഞാനും ഗോഗേട്ടനും വെറുതെ അവിടേക്ക് നടന്നു. വെറൈറ്റി ക്രിസ്മസ് അപ്പന്മാരും ഉണ്ട് ഇവിടെ. ഏണി കയറുന്ന അപ്പൻ, എഞ്ചിനീയറിംഗ് തലകളെ പോലും സംശയത്തിലാഴ്ത്തിക്കൊണ്ട് വളയം കറക്കുന്ന അപ്പൻ. അങ്ങനെ 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 അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ സുഭാഷ് പാർക്ക്. അവിടെ ഇരുന്ന് നടക്കാത്ത ട്രിപ്പുകളെയും പോകാത്ത ഇവന്റുകളെയും പറ്റി ചർച്ച ചെയ്തു. റീൽ കണ്ട് ഇവിടെ ഫോണിന്റെ ബാറ്ററി വരെ പുറത്ത് ചാടി. പിന്നെ അവിടെ നിന്ന് സൺസെറ്റും കണ്ട് സൂര്യനെയും വിഴുങ്ങി സ്ഥലം വിട്ടു. എന്നിട്ടൊരു ജ്യൂസും കുടിച്ച് ഗോകട്ടം വീട് പിടിച്ചു. എന്നെ തിരിച്ച് വയറ്റിൽ വിട്ട് സിംഗപ്പെണ്ണും ബൈ പറഞ്ഞു. അണ്ണൻ അവിടെ നിന്ന് ബസ് പിടിച്ച് തുറവൂരെത്തി. എന്നിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ.